അപ്പോൾ നമ്മൾ കണ്ണൂർ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ രാത്രിയും ഇപ്പം അല്ല, ഉറങ്ങിയിട്ട് വരും. രാവിലെ ഒരുങ്ങി നമുക്ക് പോകാം, സമയമായി. അപ്പോൾ നമുക്ക് വെള്ളത്തോട് ഇരുട്ടിക്ക് വരുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ണൂർ ബസ് കയറിയിട്ടുണ്ട്. നേരെ കണ്ണൂർ കൊയിലി പിന്നെ പറശ്ശിനിക്കടവൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ഇത് ഇരുട്ടി, സോറി സ്ഥലം വരെ മറന്നുപോയി. ഞാൻ പണ്ടെൻ്റെ വീഡിയോ പറഞ്ഞ നമ്മുടെ വേൾഡ് കപ്പിൻ്റെ വിഗ്രഹമല്ല, സോറി എന്താ പറയുക, ഇപ്പോൾ സ്റ്റാച്ചു എന്തെങ്കിലും പറയാം. അപ്പോൾ നമുക്കിനി എവിടെയാ എടുത്തിട്ടേ കാണുമോ, എവിടെയും കത്തിട്ട്. നിങ്ങൾ ബസ്സിൽ വരുന്നുണ്ടെങ്കിൽ മുടി ചീകാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. മുടിയൊക്കെ ചീയതാണ്, ഫുള്ള് കൊളായി. അപ്പോൾ നിങ്ങൾ ബസ്സിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ മുടി ചീകാണ്ട് നിൽക്കുക. ഇനി എവിടെയും കത്തിയിട്ടുണ്ട്, ഫുള്ള് തിരക്കാണ് കണ്ടാ. ചാവശ്ശേരി എത്തി ഗൈസ്. ചാവശ്ശേരി സ്കൂളിന് മുമ്പിലാണ്. കരണ്ട് ഉൽപ്പാദനം ഞാൻ കാണിച്ചുതരാം, കണ്ടോളെ. അപ്പം വരും. ചാവശ്ശേരി അല്ലേ? സോറി ഗൈസ്, തെറ്റിപ്പോയി. പിന്നെ ചാവശ്ശേരി തെറ്റിപ്പോയി എന്നെല്ലാം പറയാൻ വേണ്ടി വന്നില്ല. അപ്പോഴത്തേക്ക് ഇതാ ചാവശ്ശേരി എത്തിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ കണ്ടോ, അവിടെ കുറേ കരണ്ട് ടവറിനുണ്ട് കണ്ടോ. എൻ്റെ ഇടയ്ക്കെല്ലാം പോയിട്ട് ഒരു കരണ്ടങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 6 പഞ്ചായത്തിലോട്ട് ഓടുന്ന കരണ്ടെല്ലാം നമ്മളെ മേത്തൂട്ടി ഓടും. വേണ്ട കറങ്ങുന്നുണ്ടോ, ഇടക്കെല്ലാം കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ തോന്നി. എന്താ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്. നമ്മളിങ്ങനെ മട്ടന്നൂർ സ്റ്റാൻഡിലെല്ലാം ബസ് കുറവാണല്ലോ. ഇനി നമ്മൾ എവിടെയാ, കൂത്തുപറമ്പ് എത്തിയിട്ടാണ്. സോറി ഗൈസ്, എൻ്റെ അമ്മ കൂത്തുപറമ്പ് തലശ്ശേരി പോകുമ്പോഴാണ് പോവുക. നമ്മൾ കണ്ണൂരാണ് തോന്നുന്നത്, അതുകൊണ്ട് കൂത്തുപറമ്പ് പോവില്ല. ഇനി ഇടയ്ക്ക് വെച്ച് കാണിക്കാം ഗൈസ്. നമ്മൾ പകുതിക്ക് വെച്ച് വഴി വെച്ചിപ്പോയി. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. പുതിയ ബസ് സ്റ്റാൻഡിലെല്ലാം ഇറങ്ങണ്ടേ. നമ്മൾ കാട്ടാമ്പള്ളിയിൽ നിന്ന് വഴി കൊയിലിയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പിന്നെയും വന്ന് കാട്ടാമ്പള്ളി ബസ്സിന് കയറിയിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരാണിത് ഗൈസ്. ഇനി ബസ്സിനുള്ള വീഡിയോ ഇല്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ബസ്സിന് വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് ഇനി നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് കാണാം. ഇതാണ് കേട്ടോ, ഇത് കോളേജല്ല, ഇത് കായൽ. ഇതണ്ട, അയ്യോ മുമ്പിലൊരു പട്ടിയുണ്ട് കണ്ട. കിട്ടുള്ള സ്ഥലമാണ്. ഒരു പട്ടി നമ്മളെ കണ്ടുപിടി. ഇത് മീനിന് വേണ്ടി ഇട്ടതാന്ന് തോന്നുന്നു, ഫുട്ബോൾ പോലത്തെ സാധനം. കൈസപ്പോൾ കോളേജ് എവിടെയൊന്നും അറിയില്ല, പക്ഷെ ഫുള്ള് വയലും കണ്ടെല്ലാം കാണുന്നുണ്ട്. എന്തുവാടെ, നമുക്ക് തോന്നുന്നു അങ്ങ് കാണുന്ന ആ ബിൽഡിങ്ങാന്ന് തോന്നുന്നു കോളേജ്. അടിപൊളി അടിപൊളിയായിരുന്നു. നെല്ലെല്ലാം നട്ടിട്ടുണ്ട്. നെല്ലാണോ എനിക്കറിയാം, എന്നാലും അടിപൊളി സ്ഥലമാണ്. നമുക്ക് ആടെ എത്തിയിട്ട് കാണാം. കുറേ ആയി നടക്കുക. നമ്മൾ ലാസ്റ്റ് കട്ടാക്കി അങ്ങനെയാണ് വീഡിയോ കട്ടാക്കിയത്. എന്ത് ചെയ്തിട്ട് എത്തുന്നില്ല. എന്തെങ്കിലും നല്ല രസമാണ് എന്തായാലും സ്ഥലങ്ങൾ. അവിടെ ഇത്ര നേരം ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇപ്പം ആ ബിൽഡിംഗ് കാണുന്നില്ല. ഇത് ക്യാമറയിൽ കാണുന്നതിനേക്കാളും വലിപ്പുണ്ട് കൈസ് ഈ ടവറിന്. അന്നെപ്പോലത്തെ 5 ആൾക്ക് കിടന്നാലേ ഇതിൻ്റെ അറ്റെത്തു. മുട്ട സാധനം ഇവിടെയെല്ലാം നിന്നാൽ കിടിലൻ റേഞ്ച്. പകുതി തെങ്ങ് മണ്ട പോയത്. അടിപൊളി ഗൈസ്. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനാവില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് പറയാനും മറന്നുപോയി. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പറശ്ശിനിക്കടവെന്നാണ്. പിന്നെ അവിടെ മുതലുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. അമ്പലത്തിൽ നിന്ന് നമ്മളെ ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയി ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല ആ സമയത്ത്, കാരണം നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ടൊരു മടിയും കൂടിയാണ്.
പിന്നെ ഗൈസ് നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് ചോറൊക്കെ തിന്നായിരുന്നു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ചോറ് തിന്നാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഉത്തപ്പൻ്റെ വിഗ്രഹം ആടെയാണുള്ളത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ചോറൊക്കെ തിന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ അമ്പലത്തിൻ്റെ കൃത്യം വ്യൂക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ചെറുതായിട്ടൊരു തീ കാണുന്നുണ്ടോ എന്നറിയില്ല, അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ നമ്മൾ നേരെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ് പോയത്. ഇനി നമ്മുടെ ഇരിട്ടി ബസ്സിന് വേണ്ടി കാത്തിരിക്കലാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം മേലെ നമ്മൾ ഒരു ചെറിയ ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ നേരെ വള്ളിത്തോട്ടിലേക്കുള്ള ബസ്സിലേക്ക് കയറി. എന്താ ഫുള്ള് ലൈറ്റാണ്, അത് ഞാൻ എന്തിനാ കാണിച്ചാൽ തന്നെ അറിയില്ല. അപ്പോൾ പോകുമ്പോൾ കാണിച്ചു തരാം. വണ്ടി നേരെ എടുത്തു. ഇനി നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കുറേ നാളായി തോന്നുന്നല്ലേ, കുറേ നാളെ നമ്മൾ വ്ളോഗിങ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിപ്പോൾ കുറേ അഭിനയമൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. ടാറ്റാ ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.